hello, welcome to another video of Campus Search. നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ നമ്മുടേതായിട്ടുള്ള പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റിയ ഭയങ്കര അടിപൊളിയല്ലേ. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു പാർട്ട് ടൈം ജോബ് ഫിസിക്കലി പോയി ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ ഈ കാലത്ത് നമുക്ക് ഒത്തിരി അധികം ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ജോബ്സ് ദാറ്റ് യു ക്യാൻ ഡു വൈൽ ഇൻ യുവർ കോളേജ് ഓർ ഇൻ യുവർ സ്കൂൾ എന്നതിനെ പറ്റിയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ട്യൂട്ടറിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഉണ്ട്. ഇപ്പം ചിലർക്കത് ഇംഗ്ലീഷ് ആയിരിക്കാം, ചിലർക്കത് മാത്സ് ആയിരിക്കാം, ചിലർക്ക് സയൻസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കാട്ടിലും താഴെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അത് ഓൺലൈനിലായാലോ അടിപൊളിയല്ലേ. അപ്പോൾ ഓൺലൈൻ ട്യൂട്ടറിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ചെക്ക്, അതുപോലെ ഇന്റേൺശാല, ട്യൂട്ടർഫുൾ, അങ്ങനെ കുറേയധികം പ്ലാറ്റ്ഫോംസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഒത്തിരി അധികം കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ട് കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ജോബ് എന്ന് പറയുന്നത് ഫ്രീലാൻസ് റൈറ്റർ ആണ്. ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ജോബാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എഴുതാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നല്ല റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കോണ്ടന്റ് റൈറ്റിംഗ് എന്തായാലും ട്രൈ ചെയ്യണം. സോ ഇപ്പോൾ ഒത്തിരി അധികം കമ്പനീസ് അവരുടെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടും വെബ്സൈറ്റിൽ വേണ്ടിയിട്ടും ഒക്കെ കോണ്ടന്റ് എഴുതുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അവരുടെ പോസ്റ്റിന്, ബ്ലോഗിന്, ആർട്ടിക്കിൾസിന് വേണ്ടിയിട്ട്, സെയിൽസ് കോപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ട് എഴുതുന്ന ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡ് ആൻഡ് ഹൈ പാക്കേജസ് ആണ്. അപ്പം നിങ്ങൾക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഓൺലൈനായിട്ട് തന്നെ നിങ്ങളുടെ സ്കിൽസ് കൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് ജോബ് എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റർ ആയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഒന്നിൽ കൂടുതൽ ലാംഗ്വേജസ് അറിയാം എന്നുണ്ടെങ്കിൽ, എഴുതാൻ അറിയാം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പം ഗ്ലോബലി തന്നെ കോണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ബുക്സ്, ആർട്ടിക്കിൾസ് ഒക്കെ പല ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പല ലാംഗ്വേജസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ ട്രാൻസ്ലേറ്റർ ആയിട്ടും നിങ്ങൾക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈയിടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ജോബ് പോസ്റ്റാണ് വിർച്വൽ അസിസ്റ്റന്റ്. ഇപ്പോൾ ഒരു കമ്പനിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാവും, സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും. അപ്പോൾ ഇപ്പോൾ പല ക്ലയൻസും പല കമ്പനീസും ഇപ്പോൾ ഓൺലൈൻ മോഡലൊക്കെ ആക്കിയിട്ടുണ്ട്. റിമോട്ടായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ ചെയ്യുന്ന ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം കോൾ ഷെഡ്യൂൾ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക, ഓഫീസ് വർക്ക്സ്, അതിൽ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് വിർച്വൽ അസിസ്റ്റന്റ് റോൾ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഇക്കാലത്തെയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് ഗ്രാഫിക് ഡിസൈനർ. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ കഴിവുണ്ട്, സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ കാലത്ത് ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ഓഫ്കോഴ്സ് സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പല ക്രിയേറ്റേഴ്സ് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടാവത്തില്ല. സോ തംബ്നെയിൽസ് ഡിസൈൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു സ്കോപ്പാണ്. ഇപ്പം എല്ലാവരും ക്രിയേറ്റേഴ്സ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പേജസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. സോ നിങ്ങൾ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും ഒരു ഫോണും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി അധികം ഏൺ ചെയ്യാനായിട്ടും ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് സീക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. നമുക്ക് വേറെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ കാഞ്ചന, സെയിങ് ബൈ, സീ യു.